ഇതാണ് ചേമ്പിലെ അപ്പം. കൊങ്കിണിയിൽ പത്രോടോ എന്ന് പറയും കേട്ടോ. ഇത് കൊങ്കിണി സ്പെഷ്യൽ ഐറ്റമാണ്. കൊങ്കിണികളുടെ ഏറ്റവും പ്രിയപ്പെട്ടതും അതുപോലെ തനതായ രുചികളിൽ ഏറ്റവും കേമനുമാണ് ഈ പത്രോടോ എന്ന് പറയുന്ന ചേമ്പിലയപ്പം. ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇത് കേട്ടോ. ഞങ്ങൾ ചേമ്പില എവിടെ കണ്ടാലും ശരി അത് പറിച്ചുകൊണ്ട് വന്ന് ഇതുപോലെ ചേമ്പിലപ്പം അതായത് പത്രോടോ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ശ്രേയസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാധാരണ മടന്തയില ഇല്ലേ, നമ്മൾ റോഡുകളിലും പറമ്പിലൊക്കെ നിൽക്കുന്ന മടന്തയില, അതാണ് സാധാരണ എടുത്തു വരാറുള്ളത്. പക്ഷേ എനിക്കിഷ്ടം ഇവിടെ ചേമ്പിൻ്റെ ഇലയാണ് കേട്ടോ. നമ്മൾ നട്ടു വളർത്തിയ ചേമ്പുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഇലയും താളും ഒക്കെ ഞങ്ങൾ ഇവിടെ സാധാരണ എടുക്കാറുണ്ട്. അപ്പോൾ മിക്ക ദിവസവും ഞാൻ ഈ ചേമ്പിൽ വെച്ചാണ് പത്രോട ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ചേമ്പില ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. വലിയ ചേമ്പിലയൊക്കെ ഞാൻ ചെറുതായി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഞരമ്പൊക്കെ ഒന്ന് കീറി നല്ലതുപോലെ വെച്ച് എന്നിട്ട് നല്ല കഴുകി വൃത്തിയാക്കി നമ്മളൊന്ന് പാത്രത്തിലേക്ക് എടുത്ത് ഇനി ഇതിന് വേണ്ട മറ്റു സാധനങ്ങൾ പച്ചരിയും തേങ്ങയൊക്കെയാണ്. പച്ചരി ഞാനിവിടെ ഒരു 2.5 നാഴി പച്ചരി ഇട്ടിട്ടുണ്ട്. ഒരു 4-5 മണിക്കൂർ കുതിർത്തതിന് ശേഷം നല്ലതുപോലെ കഴുകി വാരി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് തേങ്ങയാണ്. വലിയൊരു തേങ്ങ ഫുള്ള് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനനുസരിച്ചുള്ള മുളക് പൊടി, സാധാരണ കാന്താരിയാണ് ഞാൻ ഇടുന്നത്. കാന്താരി ഇല്ലാത്തതുകൊണ്ട് ഞാൻ മുളക് പൊടി ഇപ്പോൾ ഉപയോഗിച്ച്. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ കായം നല്ലതുപോലെ ഇടണം കേട്ടോ. നല്ല കായത്തിൻ്റെയൊക്കെ മണം, അതുപോലെ വയറുവേദനയൊക്കെ വരികയാണെങ്കിൽ കായമൊക്കെ ഇച്ചിരി കൂടുതൽ ഇടുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. പിന്നെ കായം, പിന്നെ അത്യാവശ്യമായിട്ട് വേണ്ടത് പുളിയാണ് കേട്ടോ. ഇതിന് ഞങ്ങൾ സാധാരണ ഉപയോഗിക്കുന്നത് ആരംപുളിയാണ്. സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറയത്തില്ലേ, ആരംപുളിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ആരംപുളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ വാളൻപുളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നാരങ്ങയുടെ വലുപ്പത്തിൽ ഇച്ചിരി കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ചൂട് സമയമായതുകൊണ്ട് ചിലപ്പം ചേമ്പില ചൊറി, അതുകൊണ്ട് ഞാൻ ഇച്ചിരി പുളി ഏറെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ നല്ലതുപോലെ അരച്ചതിന് ശേഷം മാവിന് ഉപ്പും പുളിയൊക്കെ പാകമാണോ എന്ന് നോക്കിയിട്ട് നമുക്ക് ഇതേപോലെ ഓരോ ചേമ്പില വെച്ചിട്ട് അതിൻ്റെ മേളിൽ ഇങ്ങനെ മാവ് നല്ലതുപോലെ തേക്കണം. ഇപ്പോൾ ചൂട് സമയമാണ് ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് ഞാൻ മാവ് ഇച്ചിരി ഏറെ തേക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ മാവ് ഇത്രയൊന്നും തേക്കേണ്ട ആവശ്യമില്ല. ഇല ഇങ്ങനെ മേളി ഇങ്ങനെ മാവ് തേച്ചിട്ട് നല്ലതുപോലെ ചുരുട്ടിയെടുക്കണം കേട്ടോ. ചുരുട്ടി എടുത്തിട്ട് ഒരു വാഴ ഇലയിൽ നല്ലതുപോലെ ഇവനെ അങ്ങോട്ട് മടക്കി കെട്ടി വെച്ചിട്ട് നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് വെള്ളം നിറച്ചിട്ട് നമ്മൾ സാധാരണ അറിയാമല്ലോ വെള്ളത്തിൻ്റെ അളവൊക്കെ, അങ്ങനെ നമ്മൾ പുഴുങ്ങി എടുക്കും. ഈ പ്രാവശ്യം ഞാൻ വിറകടുപ്പിലാണ് പത്രോട ചെയ്യാൻ പാത്രം വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. വിറകടുപ്പിലൊക്കെ എന്ത് ചെയ്താലും ശരി നല്ല ടേസ്റ്റല്ലേ. പണ്ടത്തെ കാലത്തൊക്കെ അങ്ങനെയല്ലേ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 3 കെട്ടുണ്ടായിരുന്നേ. ഒരു 10-15 ഇലയല്ലേ ഞാൻ എടുത്തത്. അപ്പോൾ 3 കെട്ട് പത്രോട ഇവിടെ ശരിയായി കേട്ടോ. അപ്പോൾ നല്ലതുപോലെ വേവണം കേട്ടോ. ആദ്യമേ വെള്ളം തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് തൊണ്ട് മാത്രം വെച്ചിട്ട് ചെറിയ ചൂടിൽ വേവിച്ചെടുത്താൽ മതിയാകും കേട്ടോ. അപ്പോൾ ഞാനത് ആദ്യമേ കുറച്ചെടുത്തിട്ട് പാത്രത്തിന് ചുറ്റും ഒന്ന് ഒഴിഞ്ഞതിന് ശേഷം നമ്മൾ അഗ്നിദേവനൊന്ന് സമർപ്പിച്ച് കേട്ടോ. അത് സാധാരണ ചെയ്യുന്നില്ലേ പണ്ടത്തെ ആൾക്കാർ, അപ്പോൾ അതൊക്കെ ഞാൻ ഇപ്പോഴും ചെയ്യാറുണ്ട്. എന്നിട്ട് നമ്മൾ വേണ്ട ഒരു പാത്രത്തിലോട്ട് അങ്ങോട്ട് എടുത്ത് ഇവിടെ ഇത് മാത്രം മതി കേട്ടോ. ഇനി ചോറൊന്നും വേണ്ട. ചോറും ദോശ എന്നീ എന്ത് കൊടുത്താലും ശരി വേണ്ട. ഈ പത്രോടയാണ് ഏറ്റവും ഇഷ്ടം എല്ലാവർക്കും. പിന്നെ ഇത് ഞാൻ ചെയ്യുന്നത് ഈ രീതിയിലാണ് കേട്ടോ. ഇനി ഞങ്ങളുടെ ആൾക്കാരിൽ തന്നെ ഇനി വേറെ രീതിയിലൊക്കെ ചെയ്യുമോയെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ശരി, ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. വാളൻപുളി ഇട്ടതുകൊണ്ട് ഒരു ടേസ്റ്റിനും വ്യത്യാസം വരത്തില്ല. നല്ല അടിപൊളി ടേസ്റ്റാണ്. ആരൻപുളി തന്നെ ഇടണമെന്നൊന്നുമില്ല. ആരൻപുളിക്ക് പകരം നമ്മൾ ഇലിമ്പുപുളി ചേർക്കാറുണ്ട്. പിന്നെ ഞാനിവിടെ ചേർക്കുന്നത് സാധാരണ വാളൻപുളിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളും ഇതുപോലൊന്ന് ചെയ്ത് നോക്കണം. പുളിയുടെ അളവ് മാത്രം ഒന്ന് നോക്കിയാൽ മതിയാകും. ചേമ്പിലൊന്നും ചൊറിയാതെ നല്ല അപ്പമായിട്ട് വരും. അപ്പോൾ ചൂടോടെ നമ്മൾ ഇതിൻ്റെ കൂടെ കറിയൊന്നും വേണ്ട കേട്ടോ. പക്ഷേ ഇത് ഞാൻ ഇച്ചിരി രാവിലെ ഒരു കിഴങ്ങിൻ്റെ അച്ചാർ ചെയ്ത് കേട്ടോ. അപ്പോൾ അതും കൂടെ കൂട്ടി, സാധാരണ ഈ ചേമ്പിലെ അപ്പത്തിൻ്റെ കൂടെ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പപ്പടമൊക്കെ വറുത്ത എണ്ണയാണ് സാധാരണ ഉപയോഗിക്കുന്നത്. അതാണ് ഏറ്റവും ടേസ്റ്റ്. പിന്നെ നമ്മൾ ഈ ചേമ്പിലെ അപ്പം തണുത്തതിന് ശേഷം ഒന്ന് ഇതേപോലെ നൈസായിട്ട് മുറിച്ചിട്ട് നമ്മൾ ചെറിയ തീയിൽ കുറേ എണ്ണ ഒഴിച്ചിട്ട് നല്ല മുരിച്ചെടുക്കും കേട്ടോ. മുരിച്ചെടുത്ത് വെച്ചാൽ അത് 2-3 ദിവസം കേടുകൂടാതിരിക്കും. നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ അതിനേക്കാളും നല്ലതാണ് പിറ്റേന്ന് ഇങ്ങനെ മുരിച്ചെടുക്കുന്നത്.
പിന്നെ നമ്മൾ ഇത് ചെറുതായിട്ട് പൊടിച്ചതിന് ശേഷം ഉഴുന്ന് പരിപ്പും വറ്റൽമുളകും എല്ലാം ഇട്ട് കടുക് വറുത്ത് ചിക്കിയും എടുത്ത് കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യുക. അപ്പോൾ നാളെ കാണുന്നത് വരെ ദേ പോയി നാളെ വരാം.